ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പൊ എന്തിയപ്പാ ചക്ക് പക്ക് എന്ന് പറഞ്ഞോണ്ട് അത് മൈൻഡൊക്കെ ഗൈസ്. ഹേ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് സൗണ്ട് എല്ലാം കേൾക്കും, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ എൻ്റെ ഈ തൊണ്ടയിൽ വരുന്ന സൗണ്ട് മാത്രം നിങ്ങൾ മൈൻഡ് ആക്കിയാൽ മതി. അപ്പൊ ഞാൻ മിഞ്ഞാത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാവൽ വീഡിയോ ഇടുന്നുണ്ട്, ട്രാവൽ ആക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിനാക്കാം. വേറെ എടുക്കുമല്ലോ ഗൈസ്, നമ്മളെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തോ ഉള്ളത് നമ്മളെ മടിക്കേരി, അതായത് കുറച്ച് എന്താ പറയുന്നത് ഘട്ടപ്രദേശം, അതായത് നമ്മൾ ബെട്ട മല അങ്ങനെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമൊക്കെ നമ്മൾ ഫാമിലി കപ്പിൾസിന് പിന്നെ ഫ്രണ്ട്സിന് എല്ലാം പോകാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ സ്റ്റേ അടിക്കാനായെങ്കിലും നമ്മളെ ഫ്രണ്ടിൻ്റെ കുറേ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നാൾക്ക് പോകുന്നുള്ളത്. അപ്പം എനിക്ക് കുറേ സാധനമെല്ലാം പാക്ക് ആക്കാനുണ്ട് ഗൈസ്. ഡ്രസ്സ് എനിക്ക് പോകുമ്പോൾ മെയിൻ എൻ്റെ മേക്കപ്പ് ബോക്സ്, ലിപ്സ്റ്റിക്ക്, ഡ്രസ്സ്, ചെരുപ്പ് ഇതെല്ലാം നമുക്ക് എടുക്കേ വേണം ഗൈസ്. അപ്പോൾ അതെല്ലാം പാക്ക് ആക്കിക്കൊണ്ട് നമുക്ക് ഒരു വ്ളോഗ്, ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് തുടങ്ങുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കിയിട്ട് എൻ്റെ ഒക്കെ കൂടാവാം. പിന്നെ എൻ്റെ ലാംഗ്വേജിന് കുറേ ആൾ പറയുന്നുണ്ട് ഇങ്ങനെയല്ല മുണ്ടില്ല എന്നല്ലോ. അപ്പോൾ ഓരോർക്ക് ഇങ്ങനെ മുണ്ടു, ഓരോർക്ക് അങ്ങനെ മുണ്ടു. കാരണം ഇല്ലെങ്കിൽ അതിൽ ഈരിയെല്ലാം കേൾക്കുന്ന വേറെ ഞാൻ എപ്പോഴും ഒരു കേൾക്കുന്നല്ല, ഒരേ ആളെ ഇത് കേൾക്കുന്നല്ല. പുറത്ത് പോകുമ്പോൾ എൻ്റെ ചെങ്ങൈമാർ മുണ്ടുന്നത്, പുരയിൽ വരുമ്പോൾ വീട്ടുകാർ മുണ്ടുന്നത്. അപ്പം അങ്ങനെയെല്ലാം ഉണ്ടാകും. അപ്പം നിങ്ങൾ അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകണം, ഞാൻ ആക്കിയിട്ട് മുണ്ടുന്നതന്നല്ല, ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ എങ്ങനത്തെ ഡ്രസ്സെല്ലാം പാക്കാക്കാം. അപ്പം നാളെ രാവിലെ പോകുന്നുള്ളത്. ഇപ്പോൾ ഇൻട്രോ വീഡിയോ പാക്കിങ് കാര്യങ്ങളെല്ലാം മുമ്പത്തെ ദിവസം എടുക്കുന്നുള്ളതാണ്. അപ്പൊ ഗൈസ് കുറേ തുണി ഉണ്ടായിരുന്നു മടക്കാൻ. ഇതെല്ലാം മടക്കുന്നതെന്ന് തന്നെ പറഞ്ഞെങ്കിൽ ഗോഡ്രേജിന്റെ ഉള്ളിൽ തള്ളിയിട്ട് വെക്കാൻ. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഒരു 2-3 മാത്രം ഉള്ളതാ. അപ്പോൾ ഈ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം എന്താക്കുന്നത്, ഒരിക്കൽ വെക്കുന്നത് ഇതെല്ലാം എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായി ഗൈസ്. പിന്നെ ഇതൊന്നും എടുക്കാതെ ഞാൻ നേരെ വന്ന് ഈ ടോപ്പ് ഞാൻ വെച്ച് ചാടി ഗൈസ്. എനിക്ക് ചൂടായിട്ട് കണ്ടെന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ കണ്ട. കാരണം എന്താ ചെല്ലുണ്ടല്ലോ, ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഒരിക്കൽ ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് എൻ്റെ കൈൻ്റെ മുട്ടിൻ്റെ തോലെല്ലാം പോയിന്. അങ്ങനെ ബാഗ് വന്ന് ഗൈസ്. ബാഗിൽ എനിക്ക് വേണ്ട ഡ്രസ്സെല്ലാം കണ്ട ഏതെല്ലാം പാക്കാക്കുന്നത്. പാഡ് മെയിൻ വേണം ഗൈസ്. എനിക്ക് പാഡ് ഇല്ലെങ്കിൽ ഒരു ഇതില്ല. എനിക്ക് പീരിയഡ്സ് ഞാൻ എപ്പോൾ എടുത്ത് വെക്കുന്നൊരു സാധനമൊക്കെ ഇതെൻ്റെ ടിക്ക് ആക്കുന്ന ക്ലിപ്പ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തല്ലോ ഗൈസ്, ഫുള്ള് ലിപ്സ്റ്റിക്ക്, ഐഷാഡോ, മേക്കപ്പ് ഇതൊന്നും ഞാൻ യൂസ് ആക്കുന്നില്ല, വെറുതെ എന്തെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് എടുക്കുന്നത്. പിന്നെ സൺസ്ക്രീന്, പിന്നെ പെർഫ്യൂമിൻ്റെ പിരാന്തത്തി ഗൈസ്. ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ, പിന്നെ അതെൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതൊക്കെ. പിന്നെ ഇത് അൺറാംസ് ഒരു ബ്ലാക്ക് അല്ല ആണെങ്കിൽ ഞാൻ മേടിച്ച ഗൈസ്, അതിനായിട്ട് ബ്ലാക്ക് ആയി. ഇത് നമ്മളെ ലെക്സ, ഇത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. പിന്നെ ബേബി ഓയിൽ, വാക്സിലിങ്ങിൻ്റെ ചിറി പൊട്ടുന്നതിന്, കാല് പൊട്ടുന്നതിന്, പിന്നെ നെയിൻ പോളിഷ് റിമൂവ് ആക്കുന്നത്, അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായി ഗൈസ്. ചീപ്പ്, ബാർപ്പിണി, മറ്റേ മണത്തിനുള്ള മൂട്ടയ്ക്കാ കൈക്കെല്ലാം തേക്കുന്നത്. പിന്നെ ഒരു ടവലും എടുത്തിനാകാം. അപ്പം ഇതെല്ലാം പാക്കാക്കിയിട്ട് കാണാം. ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ബാഗ്, ഡ്രസ്സ്, ചാർജർ, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഫേസ് വാഷ് ഇതെല്ലാം പാക്കാക്കിയിട്ടായി ഇന്നലെ തന്നെ ഇന്ന് പോകുന്നതിനുണ്ട്. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ എണിച്ച് കുളിച്ചതാ. ഇപ്പോൾ റെഡിയാണെന്നുള്ളത്, ഞാൻ റെഡിയാകുന്ന തന്ത്രപ്പാടിലുള്ള ഡ്രസ്സെല്ലാം ഇട്ട് ബാഗെല്ലാം ഓൾറെഡി പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ എന്നെ റെഡി ആയിട്ട് നേരെ പോയെങ്കണ്ട ചായ ഒന്ന് കുടിച്ചിട്ട് ഗൈസ്, 3 മണിക്ക് ചായ എല്ലാം കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ ഡെർമേൻ്റെ സൺസ്ക്രീനൊക്കെ ഗൈസ് ഞാൻ യൂസ് ആക്കുന്നത് ഒരു 5-6 മാസമായാന്ന് തോന്നുന്നു. 5-7 മാസമായി, ഒരു കൊല്ലം അവനായി ഗൈസ്. എൻ്റെ ഫ്രണ്ട് ഗൈസ്, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ ഓളിടുന്ന കണ്ടിട്ട് ഞാനും ഇടാൻ തുടങ്ങി. പക്ഷെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഗൈസ് ബാഗെല്ലാം പാക്കാക്കിയിട്ടായി, മേക്കപ്പ് എല്ലാം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ ബാഗ് പാക്കാക്കിയിട്ടായോ. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഗൈസ്. മേക്കപ്പ് കഴിഞ്ഞ് 1.5 ദിവസത്തെ ട്രിപ്പ് ഗൈസ്. കണ്ട ഈ 2 ബാഗിൽ ഈ ബാഗിൽ ഫുൾ തന്നെ മേക്കപ്പ്, പിന്നെ
വീട്ട് നോക്കുന്നത്. അത് ഇത് ചക്ക മാങ്ങ, അതിലൊരു 2 കുപ്പായം, പിന്നെ എന്ത് പാഡ്, അത് ഇത് കുറേ എന്തെല്ലോ അതിലും തള്ളി വെച്ചിന് ഗൈസ്. അപ്പൊ വെയിറ്റ് ആക്കുന്നുള്ളത് വരാൻ വേണ്ടിയിട്ട്. വണ്ടിയില്ല ഗൈസ്, വണ്ടിയില്ല ഇടപെടി, വണ്ടിയില്ല. വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആയിക്കൊണ്ടുണ്ട്. വണ്ടി വരാൻ നേരെ കയറിയിട്ട് അങ്ങനെ ഗൈസ് കാത്തിരി നമ്മളെ വണ്ടി എത്തി ഗൈസ്. എൻ്റെ പട്ടി ഷോ ഉണ്ടായി, വേറെ എന്തുമല്ല, ഞാൻ ബാക്കിൽ ഇരുന്നേ പറഞ്ഞെങ്കിൽ അങ്ങ് കുറച്ച് റീൽസ് എഡിറ്റ് ആക്കാനുണ്ടായി, പിന്നെ റീൽസ് എടുക്കാനുണ്ടായി. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടെങ്കിൽ ഫ്രണ്ടിൽ കുയിന്ന് സൗണ്ട് കേൾക്കുന്നു ഗൈസ്. ഞാൻ ഭയങ്കര ചീലുള്ള ഗൈസ്, ചീലൊന്നുമല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്രണ്ട് കയറിയിട്ടിരുന്നൊക്കെ ഗൈസ്. ഫ്രണ്ട് കയറിയിട്ടിരുന്ന് നമ്മളെ നാട്ടിലേക്ക് എത്തി ഗൈസ്. ഇത് നമ്മളെ ബോയ്ക്കാനൊക്കെ എന്ത് മജറിയോ, ബോയ്ക്കാനത്തേ കൂടിയിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തുടങ്ങി ഗൈസ്. ബാറ്റിൻ്റെ ഉള്ളത് കുളു വേറെ എന്തല്ലോ ഗൈസ്, കുളു കേട്ട് പൈക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തി ഗൈസ്. നമ്മളെ മുള്ളേരത്തേക്ക് എത്തി പാടന്നെ എല്ലാവരും നോക്കാൻ കഴിഞ്ഞു. ഇതെന്തിപ്പോൾ കായ്ച്ചല്ല ഗൈസ്, ഞാൻ എന്നെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അണ്ണൻ്റെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ അവിടെ കരികാളി വെള്ളമില്ലേ, മറ്റേ പൊടി ഇട്ട് തരുന്ന, അതെന്ത് എനിക്കറിയില്ല ഗൈസ്, ഒരു മരമെല്ലാം ഇട്ട് തരുന്ന ഒരു വെള്ളമുണ്ട്. അതും പിന്നെ നെയ്പ്പത്തലും പിന്നെ നമ്മളെ കോയിക്കറി ഉണ്ട് ഗൈസ്. കോയിക്കറി രാവിലെ തിന്നാൻ കഴിയില്ലെന്ന് പറയുന്നത് മാത്രം എനിക്ക് സുക്ക എന്തോ ഒരു ചാറ് കൊണ്ട് തന്നു ഗൈസ്. എന്ത് ചാറിന് എനിക്ക് അറിയില്ല. അത് ബാണ്ട എനിക്ക് മാറ്റിത്തരാൻ പറഞ്ഞു. അവിടെ 2 അണ്ണന്മാരുണ്ട് ഈ പണിക്ക് വന്ന്. അതെന്ത് ചാറിന് എനിക്കറിയില്ല, ഇത് വേണ്ട വേറെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്ക് മനസ്സിലായിട്ട് എന്ത് പറഞ്ഞെന്ന്, ഓർ ചാറെന്ന് പറയുമ്പോൾ വേറെ എന്തോ വിചാരിച്ചെന്ന് തോന്നുന്നു. അതിനോർ ചിരിക്കാൻ കഴിഞ്ഞു ഗൈസ്. ചാറെന്ന് പറയുമ്പോൾ എനിക്ക് ചൂടായി, അത് വേണ്ട എനിക്ക് മാറ്റിത്തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കോയിക്കറി സുക്കയില്ല ഗൈസ്, നമ്മൾ സുക്കാന്നല്ലോ കോയിക്കറീനെ തേങ്ങയെല്ലാം ഇട്ടിട്ട് വെക്കുന്നത് സുക്ക പോലെ, ഭയങ്കര ടേസ്റ്റ് ഗൈസ് അത്. അങ്ങനെ എന്താക്കിയില്ലെങ്കിൽ കോയിക്കറിയെല്ലാം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തിനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും അത്ര. അപ്പം ഞാൻ തിന്നുമ്പോൾ എപ്പോൾ ഇടക്കിടക്കല്ല മറന്നിട്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ടേ തിന്നു. അതിൻ്റെ ഇടയിൽ ഒരു വെള്ള ചായ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ്. എത്തിയപ്പാട് ആർത്തി മുത്തിട്ടില്ലേ, ഒന്ന് വെറുതെ എടുക്കാൻ പോയ കൈയെല്ലാം പൊള്ളി എടുക്കന്നെ. എല്ലാം അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നപ്പോൾ എല്ലാം നോക്കിയിട്ട് ചിരിക്കാൻ കഴിഞ്ഞ്. അപ്പോഴേക്ക് എൻ്റെ അനിയൻ പറഞ്ഞു, നീ എന്തിനു വേണ്ടാത്ത പണിക്ക് പോകുന്നതിന്. ഇതെല്ലാം തിന്നിട്ടായിട്ട് കുറച്ചപ്പുറം ഒരു എന്ത് പറയുന്നത്, നമ്മളെ കൊട്ടിയാടി പാലത്തിൻ്റെ അപ്പുറത്തില്ലേ ഉപ്പിലിട്ട് എന്തെല്ലാം വെക്കുന്നുണ്ട്. മാങ്ങ, പിന്നെ മുണ്ടച്ചക്ക, പിന്നെ എന്തിപ്പോൾ ഇത് അമ്പട്ടയ, നെല്ലിക്ക, എന്തെല്ലോ വെക്കുന്നുണ്ട്. എല്ലാം ഒരു കൊട്ടയിൽ ഭാര്യയിട്ടിട്ട്. അപ്പോൾ അയാൾ ചിരിക്കുന്നു, ഇവളെന്താക്കുന്നു, ഞാൻ എന്താക്കുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. ഒരിക്കൽ അതെടുക്കുന്നു, ഒരിക്കൽ ഇത് വെക്കുന്നു. അയാൾ പറഞ്ഞ് ഇതെടുത്തോന്ന് 4 മുണ്ടച്ചക്കൻ്റെ പൈസ കൊടുത്തിന് 3 മുണ്ടച്ചക്ക എടുത്തത്. അതെല്ലാം എടുത്തോണ്ട് തിന്നുകൊണ്ട് മെല്ലെ കാടുകൾ ആസ്വദിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി ഗൈസ്. പിന്നെ ഇനി ഫുള്ള് കാടന്നെ. കൊട്ടിയാടി കഴിഞ്ഞെങ്കിലേ ഫുള്ള് കാടന്നെ ഗൈസ്. കാടിൻ്റെ മെയിൻ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര തണുപ്പ്. കാറിൽ AC വേണ്ട, ഒന്നും വേണ്ട, ഗ്ലാസ് തുറന്നിട്ടിട്ടിട്ട് ഇരുന്നെങ്കിൽ മാത്രം മതി, അങ്ങനത്തെ തണുപ്പ്. പിന്നെ സൈഡ് ബോർഡെല്ലാം ഉണ്ടാവും. ആനയുണ്ട്, കാട്ടിപ്പോത്തുണ്ട്. തമാശയൊക്കെ വെച്ചിനല്ല, സീരിയസ് ആയിട്ട് ആനയും കാട്ടിപ്പോത്തെല്ലാം ഉണ്ട്. നോക്കി കണ്ടിട്ട് പോകണം നട്ടപ്പാതിരാത്രിക്കെല്ലാം പോകുന്നത്. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് ഗൈസ്, അപ്പൂനെ പോലത്തെ. സോറി ഗൈസ്, അപ്പൂനെ പോലത്തെ അല്ല, അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ അനിയന് ഓനെ പോലത്തെ ഒന്നല്ല. നല്ല കുഞ്ഞു കുരങ്ങന്മാർ, കുറേ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന കുരങ്ങന്മാരെല്ലാം ഉണ്ട്. പിന്നെ ഓരോരോ സൈഡിലൊക്കെ എത്തുമ്പോൾ നല്ല ഉപ്പിലിട്ട ഐറ്റംസ്, മോര്, എന്തെല്ലോ വെച്ചിട്ടുണ്ടാവും. എല്ലാം ആർത്തി വെച്ചിട്ട് തിന്നണ്ട. വണ്ടിയിൽ പോകുമ്പോൾ ഇത് കാറിയിട്ടും തൂറിയിട്ട് ചാവും. അതിൻ്റെ ഇടയിൽ കർണാടക ബസ് ഗൈസ് സൈഡ് തരുന്നില്ല. മറ്റേ എന്ത് മത്സരം വെച്ചാങ്ക പോകുന്നുണ്ട്. ഒരു പോക്ക് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ പോക്ക് കർണാടക KSRTC. പിന്നെ കേരളത്തിൻ്റെ വലിയ കുറവൊന്നുമില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ കാട് ബെട്ട മീൻസ് കുന്നെല്ലാം കിട്ടാൻ കഴിഞ്ഞ് മഞ്ഞിങ്ങനെ കട്ട താണാങ്ക അതിൻ്റെ ഒരു വലിയൊരു ലോറിയും ബസ്സും പോയി കണ്ട. അതാ കർണാടക ബസ് ഇത് ഈന് വെച്ചാൽ കാക്കുന്നു. പിന്നെ ഈ വെള്ളച്ചാട്ടം കൈസ്, ഇതൊരു വെള്ളച്ചാട്ടമൊക്കെ അവിടുന്ന് വെള്ളം വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ വെള്ളമില്ല, ചൂടായതുകൊണ്ട്. ഈ അക്ക ചിരിക്കുന്നു കൈസ് എന്നെ നോക്കിയിട്ട്. എന്നെ കണ്ടിട്ട് അക്ക വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഏടുന്ന് ഈശ്വര ബന്ധിനിയെന്ന്. അങ്ങനെ അക്കനോടൊരു ചായയും പറഞ്ഞിട്ട് ഞാൻ അക്കനോട് പറഞ്ഞു, അക്ക 1 ഗ്ലാസ് ചായ കുറല്ലേ, ഞാൻ കുള്ളുത്തുള്ളിന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുരു കൈസ്, ഇത് കണ്ട കുരു വന്ന് കൈസ്. എനിക്ക് കുരു വന്ന് എന്തേന്ന് അറിയില്ല, കണ്ണു കൊണ്ടിട്ടാന്ന് തോന്നുന്നു. അത്ര വലിയ ചെയ്യലൊന്നുമില്ല, അന്ന് കുറച്ചെല്ലാം ചെയ്യലുണ്ട് കൈസ്. ഞാൻ എന്നെ പറയുന്നു, വേറെ ആരും ഒരു തെണ്ടികളെ ആവശ്യമില്ലാക്കി. അങ്ങനെ ചായ എത്തി കൈസ്. ചായ ഊതിയിട്ട് കുടിക്കാൻ തുടങ്ങി. ഊതിയിട്ട് കുടിക്കുമ്പോൾ അക്ക ചിരിക്കുന്നു, ഇവിടെ എന്താക്കുന്നപ്പോൾ ഈ ഒരു ചായ എടുത്തിട്ട് വലിയ ഷോ എന്തല്ലോ കൈസ് പതുക്കുന്നുണ്ട്. ചായ മജീയുണ്ട്, നല്ല എന്ത് പറയുന്നത്. ചായ മാത്രമല്ല അവിടെ നമ്മളില്ല ഉള്ളിയജ്ജ, നീരുള്ളിയജ്ജ, പിന്നെ നീരുള്ളിയജ്ജ ഒന്നും തന്നെയല്ലേ, ഗോളിയജ്ജ, അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ
മടിക്കേരി എത്തി ഗൈസ്. ഇത് മടിക്കേരി, അതായത് മടിക്കേരിക്ക് കയറുന്ന തന്നെ സിറ്റിയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത് ഒരു 100 മീറ്റർ അത്ര തന്നെ. കുറേ കല്ലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്, എന്തിനെന്തോ എനിക്കും അറിയില്ല ഗൈസ്. കല്ല സിമെൻറ്റ് എന്തിപ്പോൾ ഇത്. അങ്ങനെ മടിക്കേരി ടൗണിലേക്ക് എത്താൻ നമുക്ക് അക്ക മൂത്രമൊഴിക്കാൻ വന്ന്. നമ്മൾ അക്കൻ്റെ അടുത്ത് പോയിട്ട് മൂത്രമൊഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അക്കനെ കാക്കാനൊന്ന് നിന്നിട്ടാണ് നേരെ ഒരു പെട്രോൾ പമ്പ് കണ്ട് അടുത്തേക്ക് കയറ്റി. അപ്പോൾ അവന് പറഞ്ഞ് 1010 റുപ്യൻ്റെ പെട്രോൾ അടിച്ചു വന്നു. അങ്ങനെ 1010 റുപ്യൻ്റെ പെട്രോൾ അടിച്ച് വണ്ടിക്ക് ആൻറ്റീൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഞങ്ങൾ അക്ക ഇത് ഞങ്ങൾ അന്ന് വന്നിട്ടായിട്ടാകുമ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ വന്നിട്ടായിട്ടാകുമ്പോൾ നമ്മളെ ചൊക്കുട് പുക്കുടുന്നായി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ എന്നെ ഗുർത്തം കിട്ടീന് ഗൈസ്. അത് ബാലാട്ടുന്നത് കണ്ട അത് സ്നേഹം കൊണ്ട് ബാലാട്ടുന്നതാണ്. അല്ലാതെ അറിയാത്തവർ അത് കടിച്ച് കണ്ടുകൊടുക്കും. കുറേ പൂ പിടിച്ചിന് ഗൈസ്. ഞങ്ങൾ ആൻറ്റീൻ്റെ വെളുപ്പിൽ കുറേ പൂ പിടിച്ചിന്. ഇത് മാത്രമല്ല ആൻറ്റി പൈപ്പെല്ലാം വലിക്കുന്നുണ്ട് പോകുമ്പോൾ തന്നെ. ആൻറ്റി നിൽക്കുന്ന ഇടയ്ക്ക് ഗൈസ്. ഹോം സ്റ്റേ ഉണ്ട്. മീത്ത നല്ല മജയിൽ റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻറ്റീൻ്റെ തന്നെ. ആർക്കെങ്കിലും റൂമെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. മടിക്കേരിയിൽ ട്രിപ്പ് ഫാമിലി കപ്പിൾസ് ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഞങ്ങൾ ആൻറ്റി ഗൈസ്. എൻ്റെ ചക്കര മുട്ട ആൻറ്റി എന്തെല്ലാം കഥ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞമ്മ രണ്ടാളും. മറ്റുള്ളവരെ പോലെ തന്നെ വേറൊന്നുമല്ല. ഓറെന്താക്കി അന്ന് വന്ന ഓറെന്തായി ഓളമ്മായി എന്തായി അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് റൂമാകെ ഗൈസ്. ആ ഫുഡ് കാര്യങ്ങളെല്ലാം ആൻറ്റി തന്നെ എത്തിച്ച് തരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞെങ്കിലും മതി. ആരെങ്കിലും പ്രമോഷനായിട്ട് കണക്ക് കൂട്ടണ്ട. ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നുള്ളത് ഇതൊക്കെ. ഞങ്ങൾക്ക് ആൻറ്റി ഈ ഒരു സ്റ്റേ തന്നിട്ടുള്ള മജയുണ്ട് കാണാൻ. എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂമിലായെങ്കിൽ അങ്ങനെ ഭയങ്കര നീറ്റ് ഗൈസ്. എൻ്റെ പട്ടിഷോ ഗൈസ് ഇട്ട് നിന്നിട്ട് ഭയങ്കര നീറ്റ് ഗൈസ്. റൂമെല്ലാം കാണാനായെങ്കിലും ക്ലീൻ ഉണ്ട്. പുറത്ത് സൈഡ് ഇതെൻ്റെ റൂം. അവിടെ എന്തെല്ലാം വലിച്ചിട്ടിട്ടിന്. അത് അപ്പൂൻ്റെ പണി, എൻ്റെ പണിയല്ല. അതെല്ലാം നിങ്ങൾ മൈൻഡാക്കണ്ട. ഒരു ദിവസമല്ലോ സ്റ്റേ അടിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലം. ഒരു ദിവസം നിന്നിട്ട് സ്റ്റേ അടിച്ചിട്ട് പോകാൻ കഴിഞ്ഞ സ്ഥലമാവാം. അപ്പോൾ നേരെ കീന്ന് തന്നെ ബാൽക്കണിക്ക് രാവിലെ വൈകിട്ടല്ലോ നല്ല മഞ്ഞിങ്ങനെ കട്ട മഞ്ഞ് വീണ പോലെ ഇങ്ങനെ മഞ്ഞ് മലരായി മണ്ണിനഴകായി അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ എല്ലാം ഉണ്ട്. നിങ്ങൾ പാട്ടൊന്നും പാടണ്ട. ഇത് ഞാനിപ്പോൾ വെറുതെ പാടിയ. ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ ഗൈസ് ആൻറ്റി തന്നെ ഞാനും ആൻറ്റിയും പോയിട്ട് മേടിച്ചതൊക്കെ. നല്ല പന്നിക്കറി കോഴിക്കറി സാമ്പാർ പീടിയെന്ന് മേടിച്ചത്. നല്ല ബില്ലായിന്. അത്ര വലിയ മജൊന്നും ഉണ്ടായിട്ടാ പന്നിക്കറി കോഴിക്കറി അങ്ങനെ. ഇതെന്ത് സാമ്പാർ എന്താ എനിക്കും അറിയാലോ ഇതെന്ത് സാമ്പാർ. ഇതെല്ലാം തിന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടായിട്ട് നേരെ ഞമ്മ ഇവിടെ ഒരു പാർക്കുണ്ട് ഗൈസ്. മജയുള്ളൊരു പാർക്കുണ്ട്. ആൻറ്റി പറഞ്ഞാൽ അവിടെ പോയിട്ട് വന്ന് കാണാൻ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്താക്കി ഉറക്കം തൂക്കിയിട്ട് നേരെ പോയി ഗൈസ്. പോകുമ്പോൾ തന്നെ ഫുള്ള് റഷ്. നാട്ടിൽ തെറ്റിങ് ഫുള്ളുണ്ട് ഇവിടെ. പിന്നെ എന്ത് പറയണ്ടേ, എന്നെ എന്ത് പറയാനില്ല. യാ വല്യമ്മേ യാ വല്യപ്പ യാ അച്ചച്ച യാ കുഞ്ഞച്ച എന്നെല്ലാം വിളിക്കുന്നുണ്ടായിന്. എന്നെ കളിയാക്കിയിട്ട്. നാട്ടിൽ എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിന്. എന്നെ അറിയുന്ന തന്നെ കുറേ ആൾക്കാരുണ്ടായിന്. എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിന്. അതിനോട് വലിയ സന്തോഷമാണ്. നമ്മൾ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര സീന്. അതിൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുക്കണം ഗൈസ്. ടിക്കറ്റ് എടുക്കാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റല. ഈ അണ്ണന് വേറൊരു ടിക്കറ്റ് മേടിച്ചിട്ട് അതിന് ഓൾറെഡി കയറിന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ടിക്കറ്റ് എടുക്കാൻ നോക്കേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ടിക്കറ്റ് കൊടുത്ത്. എൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് അമ്മ ഈ ചെരുപ്പിട്ടിട്ട് വരുന്നുണ്ട്. ഇയാൾക്ക് എന്നെ അറിയും. ആ ബെല്ലുമ്മേന്ന് വിളിച്ചുകൊണ്ട് പോയേയില്ല. ഞാൻ പിന്നെ ആ ഏട്ടാന്ന് പറഞ്ഞിട്ട് നേരെ വന്നു. ബെല്ലുമല്ലേന്ന്. ബെല്ലുമ്മ വന്നിന് കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്തെന്ന് പറയണ്ടേ അങ്ങനെ പറഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോയി. ഞാൻ എന്ത് പറഞ്ഞോണ്ടേയാ ഉള്ളിൽ കയറിയപ്പാടുന്ന നമ്മളെ നാട്ടാർ ഉണ്ട് പറയുമ്പോൾ ഒരു വേറെ തന്നെ ഒരു പവർ ഗൈസ്. നമുക്ക് നമ്മളെ നാട്ടാറുണ്ട്. നമ്മുടെ എങ്ങനെ പോയിട്ട് ഇപ്പോൾ വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ നാട്ടാറുണ്ട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വേറെ തന്നെ. കുറേ ബായ് നോക്കാക്കെ ഗൈസ്. ഞാനൊന്ന് നോക്കാനൊന്നും നിന്നിട്ട് അവിടെ ഉണ്ടായ പ്രതിമേനോടെല്ലാം ഹായ് പറഞ്ഞിട്ട് അതിൽ കുറേ നേരം ചുറ്റുവിളപ്പ് വന്ന് ഇങ്ങനെ കുറേ പിള്ളേർ കുഞ്ഞു പിള്ളേർ കപ്പിൾസ് എല്ലാം ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഭയങ്കര എന്താ പറയുന്നത് ഫ്രണ്ട്സ്. പിന്നെ ഫാമിലി ട്രിപ്പ് വന്നപ്പോൾ കലമ്പാടാ എനിക്ക് അത് കണ്ടിട്ട് ചിരിച്ച് ഞാൻ ഒന്നരപ്പാടായിന്. ഞമ്മ പോകുമ്പോൾ തന്നെ മഞ്ഞിങ്ങനെ താഴോട്ട് വരുന്നുണ്ടായി. ഞമ്മ നിന്ന് ആ ഒരു സൈഡിലോട്ട് മഞ്ഞ് വരുന്നുണ്ടായി ഗൈസ്. നല്ല പാങ്ങുണ്ട് കാണാൻ. ഇവിടുന്ന് കണ്ട എന്തോ ഒരു മജ. ഈ വേനിക്കാലത്തില്ലേ, വേനിക്കാലം ശരിയോ, ഈ വേനിക്കാലത്ത് കാണാൻ പറ്റൊരു എന്ത് പറയുന്ന വൈബ് സ്ഥലം, വരാൻ പറ്റിയ സ്ഥലമോ പറയാം. മടിക്കേരി കാസർഗോട്ടാർക്കും കണ്ണൂർക്കാർക്കല്ലോ ഇനി അങ്ങോട്ട് പോകണ്ട, മൂന്നാർ പോകണ്ട, ഇങ്ങോട്ട് വരാം മടിക്കേരിക്ക്. അപ്പോൾ ഞാൻ മൂന്നാർ പോകുന്നവരോട് പോകണ്ടെന്ന് പറയുന്നതല്ല, പോയിക്കോ അങ്ങോട്ട്. പക്ഷെ മജയുണ്ട്, വൈബ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇതല്ലോ. നിങ്ങൾക്ക് വന്നിട്ട് ചില്ലാക്കാനുള്ള ഇത് ഫാമിലി വന്നിട്ട് കലമ്പ് ഈടെ ഒരുത്തൻ്റെ ഡ്രോൺ പാർന്നില്ല. ഡ്രോണിൻ്റെ ചിറക് പൊട്ടി മറ്റേത് പൊട്ടി പറഞ്ഞിട്ട് ഓറ് കലമ്പ്. പിന്നെ കുറച്ച് സമയം എൻ്റെ പട്ടി ഷോ ഉണ്ടായിന്. വലിയ ചേലുണ്ടെന്നുള്ള എൻ്റെ വിചാരം. ചേലെല്ലാം ഉണ്ട് കേസ്, ആരും പറയണ്ട, ഞാൻ എന്നെ പുകഴ്ത്തിക്കൊള്ളുന്നത്. അത് കഴിഞ്ഞിട്ടായിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് കയ്യും കാലും കടിച്ചിലെടുക്കുന്നത്. വീഡിയോ എടുക്കണ്ടേ, പിന്നെ വീഡിയോ ആരും എടുക്കും, വേറെ ആരെങ്കിലും വന്നിട്ട് എടുക്കുമോ? ഞാൻ എന്നെ എടുക്കണോ ഒരു വീഡിയോ? അവനോട് പറഞ്ഞു ഞാൻ മേലോട്ട് നോക്കുന്നു വീഡിയോ എടുക്കുന്നു പറയുമ്പോൾ മൂന്നായിക്കൊണ്ട് അവൻ്റെ ഒരു ഫോണ് പോനും പബ്ജി. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് ഗൈസ്, കാണാൻ പറ്റിയ സ്ഥലം. ഒരു എന്ത് പറയുന്നത്
ആക്ടിവിറ്റീസ് കുറേ ഉണ്ടായേക്കാം. ആക്ടിവിറ്റീസ് കുറേ ഊഞ്ഞാലല്ല ഇത് എന്തിപ്പാ എന്തെങ്കിലും കാട്ടി നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിക്കോ. ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. പിന്നെ കുറച്ച് ഇട്ടാന്നൊക്കെ ഫുള്ള് മഞ്ഞ് താവാൻ കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പ് കുറേ അപ്പുറത്ത് ഒരു നല്ല ഇരിക്കാൻ പറ്റിയ സ്പോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാകുക. ആ സ്പോട്ടിലൊക്കെ നടന്ന് എനിക്ക് മുട്ടും കയ്യും കാലെല്ലാം തൊണ്ടിയോളവളായി നടന്നിട്ട് കയ്യും കാലെല്ലാം നൊമ്പലാവാൻ തുടങ്ങിയതാ. കണ്ട എൻ്റെ കുറേ എന്തെല്ലാം കോപ്പറായുണ്ട് കൈസ്. എൻ്റെ എനിക്ക് എന്നെ അറിയുന്നില്ല ഇതെല്ലാം എപ്പെടുത്തിന്. ഇത് എഡിറ്റ് ആക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് കാണാൻ പറ്റുക. കണ്ട ഇപ്പം മറിഞ്ഞിട്ട് എൻ്റെ 32 പല്ല് തെറിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. അതായത് റെയിൻ ഡാൻസ് മഴ ഡാൻസ് അല്ല ഗൈസ്. ഇതെന്തിപ്പാ ഇത് വെള്ളത്തിലെന്തോ സംഭവം ഡീജല വെച്ചിട്ട് ടറടൻ അത് അല്ലാത്ത ഇടുക്ക് വന്ന കുറച്ചപ്പുള്ള ഡാൻസ് ഉണ്ട്. അതുമ്മ കദീസുമ്മ ഉന്തല്ലേ തള്ളല്ലേ വന്തല പൊളിഞ്ഞാടും. പിന്നെ പിള്ളേർക്ക് നോക്കാൻ പറ്റിയ ആനിമൽസ്, പ്രതിമ, ഫ്ലവേഴ്സ് എന്തെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്താക്കിയാണെങ്കിൽ നേരെ പുറത്തിഞ്ഞപ്പാട് തന്നെ ഇല്ല ഒരു ബെല്ലിപ്പ അല്ല ഒരാളില്ലേ പഞ്ഞുമുട്ടായി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് പൊട്ടിക്കുക. അത് പൊട്ടുന്ന എത്ര നേരം അതിനെ ബെലിക്കുന്ന. ആ ചെക്കൻ വന്നിട്ട് എന്ത് വേണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുർട്ടടക്കാനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പഞ്ഞുമുട്ടായി അതിൻ്റെ ഇടയിലുണ്ടായി. അത് വന്നിട്ട് എന്ത് വേണമെന്ന് അങ്ങനെ ഒരു പഞ്ഞുമുട്ടായി മേടിച്ചു കഴിച്ചു. പഞ്ഞുമുട്ടായി മേടിച്ചിട്ട് പിന്നെ ഇല്ലേ മറ്റേ കീ ഇല്ലേ പഞ്ച എന്തെങ്കാട്ട് അതുണ്ടായിന് കുറേ. അപ്പം എനിക്ക് ദീച്ചുവിന് ഓർമ്മയായി ഗൈസ്. കാറിൻ്റെത് അതിൻ്റെ എല്ലാം കാണുമ്പോൾ ദീച്ചൂട്ടന് ഓർമ്മയായി. ദീച്ചൂട്ടന് ഭയങ്കര ഇഷ്ടമായി. സ്പൈഡർമാൻ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഒന്നിന് 30 ഉറുപ്പ്യാന്ന് പറഞ്ഞ് ചർച്ചാക്കാനൊന്നും നിന്നിട്ട് ഒന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്പൈഡർമാനെ തരാൻ പറഞ്ഞ അയാളോട്. അയാൾ മേലോട്ട് നോക്കുന്നു. അയാൾ വേറെ ആരോടോ ചർച്ചാക്കുന്നു. ഞാനവിടെ പോയിട്ട് മരം പോലെ നിന്നിനി. എന്തിനു നിനക്ക് തന്നെ അറിയാലോ. അതൊക്കെ കണ്ട അയാൾ അപ്പുറത്താ പോകുന്ന അയാളോട് ചർച്ചാക്കുന്നത്. അങ്ങനെ ഒരു സ്പൈഡർമാന് തന്ന്. അപ്പോൾ 50 ഉറുപ്പ്യ കൊടുത്തിട്ടായിട്ട് നമ്മൾ ചേഞ്ചില്ല അറിഞ്ഞു. അപ്പോൾ 2 എണ്ണം എടുത്തോന്ന് പറഞ്ഞു 50 ഉറുപ്പ്യക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു 2 എണ്ണമല്ല എനിക്ക് 1 മതി പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു 2 എണ്ണം എടുത്തു ലാഭമല്ലേ. അയാൾക്ക് ലാഭം എനിക്കറിയാലോ, എനിക്ക് നഷ്ടം തന്നെയല്ലോ. ഒരു സ്പൈഡർമാനും എടുത്ത് പിന്നെ ഒരു ടോം എടുത്ത്. അത് കഴിഞ്ഞിട്ട് നേരെ മുട്ടായിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ മാത്രം ഒന്നും എടുത്തിട്ടാണ് കൈസ്. എനിക്കില്ല അങ്ങനെ പല്ല് പുതുന്നിട്ട് ചായനായിന് പല്ല് മുമ്പലോ പല്ല് പുളിക്കാനല്ലോ തുടങ്ങി. മാങ്ങി അത് ഇതെല്ലാം തിന്നിട്ട് കുറേ ആൾക്കാരുണ്ടായി ഗൈസ്. കുറേ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെല്ലാം വിൽക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു സെറ്റ് മേടിച്ച് ഗൈസ് 80 ഉറുപ്പ്യ കൊടുത്തിന്. എന്ത് ചാമ്പക്ക, രാജനെല്ലിക്ക, മുണ്ടച്ചക്ക, ബത്തക്ക എന്തെല്ലാം ഒട്ടിന്. അതിൻ്റെ ഇടയിൽ ക്യാരറ്റെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല. പാങ്ങനെ തിന്ന് ഞാൻ പുളിക്കാൻ തുടങ്ങി പല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലൊക്കെ എത്തി. അപ്പോൾ ഗൈസ് എന്ത് പറയുന്നത് പുറത്തെല്ലാം പോയിട്ട് വന്ന് നൈറ്റത്ത് ഉച്ചക്ക് കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായി ഗൈസ്. ഉച്ചക്ക് ആൻറ്റിയും ഞാനും പോയിട്ട് ഫുഡ് കൊണ്ടുവന്ന്. ഈ ആൻറ്റീനെ എനിക്ക് പണ്ട് തൊട്ടേ പരിചയം ഉണ്ടാക്കി. അപ്പം മടിക്കേരി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓരോ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ ഞാൻ അയച്ചു തരാം. എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റിയൊക്കെ. അപ്പോൾ ഇവിടേക്ക് വരാം. നമുക്ക് സ്റ്റേ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആൻറ്റീൻ്റെ അടുത്ത് വരാം. സ്റ്റേ ആയെങ്കിലും ഫുഡ് ഓരന്നെ പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് സെറ്റാക്കി തരുന്നേക്കാം. പിന്നെന്ത് ഒരു എന്ത് പറയുന്നത് ഗൈസ് മജയുണ്ട് പുറത്ത് പോകാനായെങ്കിൽ. ഞാൻ ഉറക്കെ തന്നെ പുറത്ത് കാര്യങ്ങളെല്ലാം പോയതല്ലോ. പുറത്ത് പോകാനായെങ്കിലും ഇവിടെ നിൽക്കാനായെങ്കിലും. പിന്നെ തണുപ്പുണ്ട് ഗൈസ്. നമ്മളെ നാട്ടിലത്തെ പോലത്തെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. അനിയന് കുളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എന്ത് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കുറേ ആൾക്ക്. ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ എനിക്ക് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിന് കുറേ ക്വസ്റ്റ്യൻസ്. എന്ത് പറഞ്ഞാൽ വീഡിയോ ഇടാത്തന്തേനും. അപ്പോൾ വീഡിയോ ഇടാൻ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ പണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം വീഡിയോസ് എന്തായാലും ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് അതിനുള്ള മറുപടിയെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നൈറ്റ് തന്നെ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നത് ഗൈസ്. നാളത്തെ മോർണിംഗിൻ്റെ കാര്യമെല്ലാം ഞാൻ വീഡിയോസിൽ പറയാം. പിന്നെ കുറേ ആൾ അനിയനെ ചോദിക്കുന്നത്. അനിയന് തീരെ താല്പര്യമില്ല ഗൈസ്. എൻ്റെ റീൽസിലുണ്ട് ഒരു പസം വീട് കാണിക്കാൻ താല്പര്യമില്ല. വീട് കാണിച്ചെങ്കിൽ എൻ്റെ മാസ്ക് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ മുടി കെട്ടിയ നേരമായിട്ടുണ്ടാവില്ല. ഒരു 2-3 വീഡിയോ എടുത്തിന് ഞാൻ. മാത്രം അത് അങ്ങനെ കാണുന്നു ഇങ്ങനെ കാണുന്നു കുറേ പ്രശ്നമുണ്ടോ എനിക്ക്. അപ്പം അതിനുണ്ടാന്ന് കാണിക്കാത്ത എൻ്റെ ചെങ്ങായിമാർ കണ്ടിട്ട് കളിയാക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. ആര് കണ്ടിട്ട് കളിയാക്കി ഒരു കഥയില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി സ്പോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ കാണാൻ. അപ്പോൾ നാളത്തെ വീഡിയോയിലെല്ലാം കാണിച്ചു തരാം. കഴിയുന്ന പോലെ ഞാൻ കവറാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. ടാറ്റാ ബൈ സീ യു ലവ് യു.